ഇപ്പോൾ CM ലോകം നിയന്ത്രിക്കുക എന്നുള്ള ചർച്ച വന്നപ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല. ഒരടിയിൽ തന്നെ രണ്ടഭിപ്രായം വന്നു. ഒരു പഞ്ചായത്തൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ആര് പേരോട്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അപ്പുറത്ത് പിന്നെ നൗഷാദ് ഹസനി വരുന്നു. ഇങ്ങനെ ഇവർ തന്നെ CM മടവൂരിൻ്റെ വിഷയത്തിൽ സമസ്തയുടെ ആദർശം പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇത് ലോകത്ത് കഴിഞ്ഞു പോയ മദ്ഹബിൻ്റെ ഇമാമുകൾ തന്നെ വളരെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായി എവിടെയെങ്കിലും നിങ്ങൾ ഹദീസ് കാണുകയോ അതിനെതിരായി പ്രമാണം കിട്ടുകയോ ചെയ്താൽ ഇതാ സൊഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, വളരെ അറിയപ്പെട്ട പ്രശസ്തമായ കൗലാണ് അവരെ. EK സംസ്ഥാ സമ്മേളനം കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ സമസ്ത എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്, അത് അതേപോലെ തന്നെ അതിൻ്റെ 100 വർഷം കഴിയുമ്പോൾ ഷിർക്കും ഖുറാഫാത്തും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് അവരുടെ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ 21 പ്രമേയങ്ങൾ അവർ പാസ്സാക്കുകയുണ്ടായി. അതിൽ 3 പ്രമേയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പ്രമേയത്തിൽ ഷുറൈ സലഫിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ പ്രമേയങ്ങളിലെ ഒരു പ്രമേയം വ്യാജ ത്വരീക്കത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സംസ്ഥയുടെ സമ്മേളനത്തെക്കുറിച്ച് ഒരു 2 അഭിപ്രായം പറഞ്ഞിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി സമസ്തയുടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു 100 കൊല്ലം തികഞ്ഞതിൻ്റെ ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നത്. അപ്പോൾ എന്താണ് ഇവർ 100 കൊല്ലം ഇവിടെ ചെയ്തു കൂട്ടിയത്? മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് പടച്ച റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് റബ്ബിനോട് ഇസ്തിഹാസ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുന്നതിന് പകരം മയ്യത്തുകളിലേക്കും ശ്മശാനങ്ങളിലേക്കും ഖബറുകളിലേക്കും ആളുകളെ കൊണ്ടുപോയി തനിച്ച കുഫറിലേക്കും ഷിർക്കിലേക്കും ഇരുട്ടുകളിലേക്കും അന്ധകാരങ്ങളിലേക്കും കൊണ്ടുപോകലാണ് 1 നൂറ്റാണ്ട് കാലം ഇവരോട് ചെയ്തത്. അപ്പോൾ സമ്മേളനത്തിലെ ഓരോ സെക്ഷനുകളും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ സൂഫിസവും ഈ ത്വരീക്കത്തും ഈ പറയപ്പെട്ട ദീനിനെ പൊളിക്കുന്ന കാര്യങ്ങളുമാണ് അവരുടെ സെക്ഷനുകളിലൊക്കെ മുഴച്ചു നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രസകരമായ സംഭവം, വഹാബികളെ നിങ്ങൾ കരുതിയിരിക്കണം. അതെ, മുഴുനീളത്തിൽ എല്ലാ പ്രഭാഷണങ്ങളിലും അതേപോലെ തന്നെ അവരുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ട അവരുടെ ഒരു പ്രഖ്യാപനമായിക്കൊണ്ട് വഹാബികളെ സലഫിയത്തിനെ നിങ്ങൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്, സൂക്ഷിക്കണം. യഥാർത്ഥത്തിൽ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്, ഒരു യഥാർത്ഥത്തിൽ ഈ സലഫിയത്തിനെ ശരിയാമണ്ണം ഒരു സൂക്ഷിച്ചിട്ടുണ്ട്, അതിനൊരു കേടുപാടും പറ്റാതെ നന്നായി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ, സലഫി പ്രസ്ഥാനത്തിൽ 10,000-കണക്കിന് ആളുകൾ ഇന്നലകളിൽ സമസ്തക്കാരായിരുന്നു. അപ്പോൾ ഈ സലഫിയത്തിന് കേടുപാട് പറ്റാതെ അവർ നന്നായി അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോരുന്നു. എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാപനങ്ങളിൽ, അവരുടെ പ്രധാനപ്പെട്ട മർക്കസുകളിലും സ്ഥാപനങ്ങളിലും അവരുടെ എന്തിലധികം അവരുടെ മുഷാവറ അംഗങ്ങളിൽ പോലും സലഫിയത്തിനെ സൂക്ഷിക്കുന്നവരുണ്ട് എന്നാണ് കാസമിയും അതേപോലെ തന്നെ ചില ഷജറ യുവാക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നന്നായിട്ട് ഈ സലഫിയത്തിന് പരിക്ക് പറ്റാതെ അതിനെ സംരക്ഷിച്ച് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നായിരിക്കാം മൂലം അതിൽ ഉദ്ദേശിച്ചതാണ്. സലഫിയത്തിനെ സൂക്ഷിക്കുക, വഹാബികളെ സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണത് കേട്ടപ്പോൾ തോന്നിയത്. ഏതായിരുന്നാലും ഇവിടെ ചോദിച്ച വിഷയം വ്യാജ ത്വരീക്കത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അവർ 21 പ്രമേയത്തിലെ ഒരു പ്രമേയമായിട്ട് അവർ അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഈ സമസ്തക്കാരോടും സമസ്ത സംഘടനാ ഭാരവാഹികളോടും പണ്ഡിതന്മാരോട് പറയാനുള്ളത്, വ്യാജ ത്വരീക്കത്തുകളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? ഇത് വ്യാജനാണ്, അതെ, ഇത് നല്ലതാണ്. ഇവിടെ കുറേ കാലങ്ങളായി ഇവർ പറയുന്ന സംഗതി, വ്യാജ ത്വരീക്കത്തിനെ സൂക്ഷിക്കണം, ഇതിന് സൂക്ഷിക്കണം, അത് വ്യാജമാണ്, ഇതാണ്. അതിനുള്ള മാനദണ്ഡം കൂടി എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം അതിന് ശേഷം ഇവർ പറയുന്ന ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ പ്രമേയം കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമതായി ഒരു പറയണത് എന്താ വെച്ചാൽ, ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമാക്കുന്നു. അതുപോലെ രണ്ടാമത്തത്, ശരീഅത്തിന് വിരുദ്ധമായ ആത്മീയത പ്രൊമോട്ട് ചെയ്യുന്നു. ശരീഅത്തിന്, മതത്തിന് വിരുദ്ധമായ ആത്മീയത, ശരീഅത്തിനെ അവഗണിച്ചു കൊണ്ടുപോകുന്ന, മുന്നോട്ട് പോകുന്ന ത്വരീക്കത്തുകളാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയണത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത്
ഇവർ സമസ്ത തന്നെ ശരീഅത്തിന് വിരുദ്ധമായി ചെയ്യുന്നു, പ്രമാണങ്ങളെ അവഗണിക്കുന്നു, ദുർവ്യാഖ്യാനിക്കുന്നു എന്നൊക്കെയാണ് ത്വരീക്കത്തുകൾക്ക് പ്രശ്നമായി അവർ പറഞ്ഞത്. സമസ്തക്കാർ അംഗീകരിക്കുന്ന ഏത് ത്വരീക്കത്തുണ്ടോ അപ്പോൾ സമസ്തക്കാർ അംഗീകരിക്കുന്ന ത്വരീക്കത്താണെങ്കിൽ വ്യാജ ത്വരീക്കത്തല്ല എന്നാണല്ലോ. ഇനി വ്യാജ ത്വരീക്കത്താണെങ്കിൽ ഇതെന്ന് പ്രമാണങ്ങൾ അംഗീകരിക്കാത്തത് എന്നാണ് പോലും പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ സമസ്തക്കാർ അംഗീകരിക്കുന്ന 500ഓളം ത്വരീക്കത്തുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് KVM ബന്ദാവ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ത്വരീക്കത്തിൽ എല്ലാം പ്രമാണങ്ങളെ വികലമാക്കുകയും ശരിയാവണ്ണം ദീനിനെ തച്ച് തകർക്കുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ത്വരീക്കത്തുകളാണുള്ളത്. ഇപ്പം നമുക്കറിയാം ഈ സമസ്തന്നെ ഈ പ്രമാണങ്ങളെ വികലമാക്കുന്ന ആളുകളാണ്. ഇപ്പം നമുക്കറിയാം കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ആദ്യമായി കൊണ്ട് അവർ പഠിപ്പിക്കുന്ന അമ്പിയ ഉലക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും അവർ ആയത്തോതിയത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിന അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ എന്ന സൂറത്ത് സുഖ്റൂഫിലെ 45-ാമത്തെ ആയത്ത്, ശുദ്ധമായ തൗഹീദ് പഠിപ്പിക്കുന്ന ആയത്ത് തനിച്ച ഷിർക്കിനെ ഓതിയിട്ടാണ് അവർ അവരുടെ ഇസ്തിഹാസക്ക് ഒരു തെളിവുണ്ടാക്കിയത്. അപ്പോൾ പ്രമാണങ്ങളെ വളച്ചൊടിക്കലാണ് വ്യാജ ത്വരീക്കത്ത് എന്നാണെങ്കിൽ സമസ്തന്നെ വ്യാജമാണെന്നർത്ഥം. സമസ്തന്നെ വ്യാജമാണ്. ഇപ്പോൾ നോക്കൂ, ഒരുപാട് പിന്നെ അവർ പറഞ്ഞതെന്താ വെച്ചാൽ ശരീഅത്തിന് വിരുദ്ധമായ ആത്മീയത പഠിപ്പിക്കുന്നു, അതേപോലെ തന്നെ പിന്നെ എന്താണ് ദീനിനെതിരായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ അംഗീകരിക്കുന്ന ഒരുപാട് ത്വരീക്കത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്ത് ആദ്യമായി വന്ന ത്വരീക്കത്ത് ഖാദിരിയ ത്വരീക്കത്താണ്. അവരത് അംഗീകരിക്കുന്നുണ്ട്. റിഫായി ത്വരീക്കത്ത്, നക്ഷബന്ദിത ത്വരീക്കത്ത്, സുഹ്റവർദിയ, ഇങ്ങനെ ഒരുപാട് 900 ത്വരീക്കത്തുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ വിഭിന്നമായ പോയിട്ടുള്ള ഒരുപാട് ത്വരീക്കത്തുകൾ. ഈ ത്വരീക്കത്തുകളിൽ ഏതൊക്കെയാണ് ഇവർ അംഗീകരിക്കാത്തത് എന്നുള്ളത് പറയണില്ല. വ്യാജനെ കരുതിയിരിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് മാനദണ്ഡം പറയാൻ അവർക്ക് സാധിക്കണമില്ല. ഓലെ ഒരു മാനദണ്ഡം പറഞ്ഞാൽ അത് ഇവരിലെ എല്ലാ ത്വരീക്കത്തിലും ഉണ്ട്. ഈ പറയപ്പെട്ട പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കലും അതേപോലെ തന്നെ ഈ ശരീഅത്തിനെതിരായി പ്രവർത്തിക്കലും. ഇവരുടെ ത്വരീക്കത്തിൻ്റെ ഷെയ്ഖുമാരെ കുറിച്ച് ഇവർ പറയണതന്നെ നോമ്പൊൽക്കൂല, സ്വർണ്ണമോതിരം ധരിക്കുന്നു, അവർ കള്ളു കുടിച്ചാലും തേനാന്ന് മനസ്സിലാക്കിയാൽ മതി, അവർ അന്യ സ്ത്രീകളായിട്ടിരുന്നാലും അതവർക്ക് ഹലാലാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ദീന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശരിയാവണ്ണം ദീനിനെതിരാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ ത്വരീക്കത്ത് ഷെയ്ഖ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ പറയാം, ഇപ്പോൾ ഖാദിരിയ ത്വരീക്കത്തിനെ കുറിച്ച് പറഞ്ഞു, ലോകത്ത് വന്ന ഒന്നാമത്തെ ത്വരീക്കത്താണെന്ന് പറഞ്ഞു. അത് മുദീൻ ഷെയ്ഖ്, ആ ത്വരീക്കത്ത് അത് മുദീൻ ഷെയ്ഖിൻ്റെ ത്വരീക്കത്താണ്. മുദീൻ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലമാണ് മുദീൻ ഷെയ്ഖ്. മാലക്കിതാബുകളും മുദീമാലയും അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള മൗലിദുകളും പഠിപ്പിക്കുന്നത്. ലോകം നിയന്ത്രിക്കണ അദ്ദേഹമാണ്. അതേപോലെ അദ്ദേഹം കുതുബുൽ ആലമാണ്. അപ്പോൾ ഇത് ഏത് പ്രമാണത്തിലുള്ളത്? ഇവർ അംഗീകരിക്കുന്ന ത്വരീക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ത്വരീക്കത്തായിട്ട് പരിചയപ്പെടുത്തുന്ന ഈ ഖാദിരിയ ത്വരീക്കത്ത് തന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ അങ്ങേറ്റം വളച്ചൊടിക്കുകയാണ്. എന്നാൽ ഇതെന്താണ്? ഇത് വ്യാജ ത്വരീക്കത്തല്ല താനും. വ്യാജ ത്വരീക്കത്തുകൾക്ക് ആകാനുള്ള കാരണം പറഞ്ഞ സിഫത്ത് ഇതിനുണ്ട് താനും. കാരണം അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒമൻ യുദബ്ബിറുൽ അംർ, ആരാണ് മക്കയിലെ മുശ്രിക്കുകളെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്. മക്കയിലെ മുശ്രിക്ക് പറയും അള്ളയാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് പിന്നെ വെള്ളം തരുന്നത്, ആകാശഭൂമികളെ സംവിധാനിച്ചു തന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അള്ളയാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്നത്. അപ്പോഴാണ് ഈ ത്വരീക്കത്തിൻ്റെ ഷെയ്ഖുമാരും സമസ്തയും പറയണത് മുദീൻ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത്. മാലക്കിതാബുകൾ ഇപ്പോൾ CM ലോകം നിയന്ത്രിക്കുക എന്നുള്ള ചർച്ച വന്നപ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല. ഒരേടിയിൽ തന്നെ 2 അഭിപ്രായം വന്നു. ഒരു പഞ്ചായത്തൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ആര് പേരെടുത്തത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അപ്പുറത്ത് പിന്നെ നൗഷാദ് ഹസനി വരുന്നു. ഇങ്ങനെ ഇവർ തന്നെ CM മടവൂരിൻ്റെ വിഷയത്തിൽ സമസ്തയുടെ ആദർശം പൊളിഞ്ഞ് പാളീസായിപ്പോയി. ആലോചിച്ച് നോക്കണം. അപ്പോഴും ഈ CM-നെ കുറിച്ച് അത് പറയാൻ പാടില്ലെങ്കിൽ മുദീൻ ഷെയ്ഖിനോട് കുറിച്ച് പറയുന്നുണ്ട് കുതുബുൽ ആലമാണ്, അതേപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല പിന്നെ അപ്പോൾ ഈ മുദീൻ ഷെയ്ഖ് എല്ലാ പ്രവാചകന്മാരുടെ കൂടെയും ജീവിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രളയത്തിലുണ്ട്, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീയിലുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും പ്രയാസങ്ങൾ വന്നപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയ ആൾ മുദീൻ ഷെയ്ഖാണ്. ഇതിനുള്ള പ്രമാണം അനാ കുൻതുമാ നൂഹിൻ ബി അലാ സഫീനത്തിനും ബിഹാറും വ തൂഫാൻ അലാ കുഫി കുദറത്തി. എൻ്റെ കയ്യിലായിക്കൊണ്ടാണ് ബിഹാറും തൂഫാനും ഉണ്ടായ സമയത്ത്, പ്രളയം ഉണ്ടായ സമയത്ത് നൂഹ് നബി രക്ഷപ്പെട്ടത്. അനാ കുൻതുമാ ഇബ്രാഹിമു മുൽക്കം ബിനാരിഹി ഒമാ വർറദൻ ഇറാനു ഇല്ലാ ബിദാവത്തി. ഞാൻ പറഞ്ഞു പഠിച്ചോൻ അത് ശരിയാക്കിക്കൊണ്ടാ. അള്ള പറയാണ് കുൽന യാൻ ആറുക്കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയ നീ പിന്നെ
എന്താകണം, ഇബ്രാഹിം ഇബ്രാഹിം തണുപ്പാകണം എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ മോദീഷയ്ക്ക് ഇടപെട്ടു എന്നാണ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ അടുക്ക് മോദീഷയ്ക്കുണ്ട്. ഇതാണ് ഈ പറയപ്പെട്ട ഈ ഖാദിരിയ ത്വരീഖത്ത് പഠിപ്പിക്കുന്നത്. എവിടുന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും അമയുനാദി സുമി അൽഫംബി ഹൽബത്തി എവിടുന്ന് വിളിച്ചാലും മോദീഷയ്ക്ക് ഉടനെ വിളിത്തരും. ഇതിനെവിടെയാണ് പ്രമാണം? ഇതിനെന്ത് പ്രമാണമാണുള്ളത് എന്ന് മാത്രമല്ല, ഇവിടെ ഇവർ പിന്നെ ഞാനാണ് അള്ളാഹു എന്ന് പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഹല്ലാജ്, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹല്ലാജിനെ അംഗീകരിക്കുന്ന ആളുകളെ സമസ്തക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അഥവാ ഹല്ലാജിനെ ഭരണാധികാരികൾ കൊല്ലുകയാണ് ഉണ്ടായത്. അയാൾ കാഫിറാണ് എന്ന് മുദ്രകുത്തി അയാളെ കൊല്ലുകയും മുർത്തതാകുകയും കൊല്ലുകയും ചെയ്തു. അയാളെന്താ പറയുക, ഞാനാണ് പടച്ചോനെ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ത്വരീഖത്തുകളും ചെന്നെത്തുന്നത് കുഫറിലേക്കും ഷിർക്കിലേക്കും ഷിയായിസത്തിലേക്കുമാണ്. എല്ലാ ത്വരീഖത്തിൻ്റെ പേരും അതെന്താണ്, ഷിയായിസത്തിലേക്കാണ് പോകണമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർക്ക് ഇവരുടെ അടിത്തറ മാന്തുന്ന സാമ്പത്തികമായി ത്വരീഖത്തിൻ്റെ ഷെയ്ഖും പോലും വലുതായ ഇവർക്ക് പ്രശ്നമാണ്. അതാണ് മാനദണ്ഡം ഞാൻ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ സമസ്തയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നൂരിഷാ ത്വരീഖത്താണ് സമസ്തയിൽ ആദ്യമായി ഇവിടെ കൊണ്ടുവന്ന ത്വരീഖത്ത്. അത് നൂരിഷാ എന്ന് പറയുന്നൊരു തങ്ങൾ, അദ്ദേഹം പിന്നെ എന്താണ് ഹൈദരാബാദിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ പിന്നെ എന്തുണ്ട് ജാമിയ നൂരിയ ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ കുടിയിരുത്താൻ വേണ്ടി അദ്ദേഹത്തിനൊരു കേന്ദ്രമായിട്ട് നൂരിഷ ത്വരീഖത്തുണ്ടായി. ജാമിയ നൂരിയ എന്ന് പറയുന്ന അവരുടെ പ്രധാന സ്ഥാപനം വരെ ഉണ്ടാക്കി. അങ്ങനെ അതിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിതരായി. സ്വാഭാവികമായിട്ട് ഷെയ്ഖും മുരീദും ആയപ്പോൾ സമസ്തക്ക് എന്തായി, സമസ്തയുടെ പ്രഭ അല്ലെങ്കിൽ അവരുടെ കാൽക്കിൽ നിന്ന് മണ്ണ് ഇളകാൻ തുടങ്ങി. അപ്പോൾ ഓല് പ്രഖ്യാപിച്ചു എന്ത്, അയാൾ കാഫിറാണ്. അതാണ് കേരളത്തിലുണ്ടായ സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, എന്താണ് ഇതിന് മാനദണ്ഡം? ഇത് പിന്നെ കള്ളത്തൊരീക്കത്താണെന്ന് മാനദണ്ഡം എന്താ? അത് സമസ്തക്ക് സാമ്പത്തികമായി ക്ഷീണം വന്നാൽ അത് കള്ളത്തൊരീക്കത്താണ്. അതേപോലെ തന്നെ അവരിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ചേക്കേറേണ്ട കള്ളത്തൊരീക്കത്താണ്. ഈ ഷെയ്ഖുമാർ, ഈ ത്വരീഖത്തിൻ്റെ ഷെയ്ഖുമാർ സമസ്തൻ്റെ നേതാക്കന്മാരേക്കാൾ വലുതായാൽ അത് കള്ളത്തൊരി. അതാണ് മാനദണ്ഡം. ആ മാനദണ്ഡം പറയാൻ നമുക്ക് വയ്യാന്ന് മാത്രം. കാരണം എല്ലാ ത്വരീഖത്തും ഇവിടെ കുഫ്റും ഷിർക്കാണ്. ഹദ്ദസനി റബ്ബി എന്താണ്, ഹദ്ദസനി കൽബി അൻ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന് നേരിട്ട് എൻ്റെ കൽബ് ഉദ്ധരിക്കുന്നു, നേരിട്ട് എനിക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്നാണ് എല്ലാ ഷെയ്ഖുമാരും വിശ്വസിക്കുന്നത്. എന്തിനും ഏതിനും കഴിവുണ്ട്. അപ്പോൾ എന്തും പറയാം, എങ്ങനെയാവാം. റസൂലുള്ള പഠിപ്പിച്ച ശരീഅത്തിൻ്റെ നിയമങ്ങൾ എന്തും മാറ്റാം. കാരണം ഓലെ അള്ളാഹു ഓൽക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഏതു ത്വരീഖത്തും ഈ പറയപ്പെട്ട രീതിയിൽ പിന്നെ എന്താണ് കുഫറാണ്. അപ്പോൾ പിന്നെ ഓൽക്ക് അവിടെ മാനദണ്ഡം പറയാൻ പറ്റില്ല. നമ്മൾ പറയണ മാനദണ്ഡം ശരി ഇതാണ് ശരിയായ മാനദണ്ഡം. അപ്പോൾ ത്വരീഖത്തുകളെ വ്യാജ ത്വരീഖത്തുകളെ സൂക്ഷിക്കുക എന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് മാനദണ്ഡത്തിനെ പറയാൻ പറ്റില്ല. ഇതാണ് ശരിയായ മാനദണ്ഡം. അതാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. ബറക്കല്ലാഹു ഫീക്കും. ഇവിടെ പ്രമാണങ്ങളിൽ നിന്ന് പിന്നിലേക്ക് നടക്കുകയും എന്നിട്ട് അവർക്ക് തോന്നുന്ന രൂപത്തിൽ അവർ ഇതിനെ കൊണ്ടുവരികയും ചെയ്യുന്ന രൂപമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ സാധാരണ സമസ്തക്കാർ പറയാറുള്ളത് ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതേ രണ്ടാമത്തെ പ്രമേയം നിലക്ക് മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നാണ് മുഷ്താഖ് അൽ ഹിക്മി. അതാണ് അവർ പ്രമേയത്തിൽ രണ്ടാമത്തെ ഒരു പ്രമേയമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുക പറയുമ്പോഴേ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മദ്ഹബുകളെ എല്ലാ നിലക്കും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് പിന്നെ ബഹുമാനം കൊടുക്കുകയും മദ്ഹബിൻ്റെ പണ്ഡിതന്മാരായ ലോകത്ത് അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ നേതാക്കളൊക്കെ മുജാഹിദ് പ്രസ്ഥാൻ എല്ലാ കാലത്തും അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനോട് വിമർശിച്ച കുറച്ച് കാര്യങ്ങളുമുണ്ട്. അത് മദ്ഹബി പക്ഷപാതത്തെ അല്ലെങ്കിൽ അന്ധമായ അനുകരണത്തെ, തഖ്ലീദിനെയൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാൻ എല്ലാ കാലത്തും വിമർശിച്ചത്. അപ്പോൾ മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ മേഖല, ഞാൻ പറഞ്ഞ മേഖല അവിടെ ഉണ്ട്. ആ പണ്ഡിതന്മാരെ ബഹുമാനിച്ചിരിക്കണം, അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം, അവർ പറഞ്ഞ ന്യായങ്ങൾ നമ്മൾ പരിഗണിക്കണം, ഇതൊക്കെ അതിലുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമിനെ മാത്രം എടുത്ത് അദ്ദേഹത്തെ മാത്രം അനുകരിച്ച് തെളിവുകൾ തീരെ നോക്കാതെ, ഇനി തെളിവുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ പണ്ഡിതരെ തന്നെ നമ്മൾ അനുകരിക്കണം, അവരെ തന്നെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്ന നിലപാട്, അത് അന്ധമായ തഖ്ലീദ്, അത് പൂർണ്ണമായും വിമർശിക്കപ്പെടേണ്ടതാണ്. എന്നല്ല, ലോകത്തുള്ള സലഫി ഉലമാവും കഴിഞ്ഞുപോയ നമ്മുടെ അഹ്ലുസുന്നയുടെ നേതാക്കളൊക്കെ വിമർശിച്ചു പോകുന്നൊരു കാര്യവുമാണ്. അത് ഇസ്ലാമിൽ ശരിയുമല്ല. കാരണം ഏറ്റവും പ്രധാനം ഇസ്ലാമിൽ പ്രമാണം എന്ന് പറയുമ്പോൾ അത് ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ ആ ഖുർആനും സുന്നത്തും നിരീക്ഷിക്കാതെ, പരിശോധിക്കാതെ, അതുണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്താതെ ഒരു പണ്ഡിതനെ മാത്രം തഖ്ലീദ് ചെയ്യുക, അന്ധമായി അനുകരിക്കുക എന്നുള്ളത് ഇസ്ലാമിക്ക് യോജിച്ച കാര്യമില്ല. ഇപ്പോൾ ഖത്തീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഖബൂലുൽ ഖൗലി മിൻ ഗൈരി ദലീലിൻ, തെളിവില്ലാതെ ഒരാളുടെ കൗലിനെ സ്വീകരിക്കലാണ്
ഒരാളുടെ അഭിപ്രായത്തെ സ്വീകരിക്കലാണ് ഈ അന്ധമായ അനുകരണം, അന്ധമായ തഖ്ലീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ആ തെളിവ് കാണണം നമ്മൾ, അല്ലെങ്കിൽ തെളിവ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തെളിവുണ്ട്, അതിനെതിരായൊരു തെളിവുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ എല്ലാ ബഹുമാനവും നൽകി മാറ്റി നിർത്തി ആ തെളിവിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന കാര്യം. കാരണം ഇത് ലോകത്ത് കഴിഞ്ഞു പോയ മദ്ഹബിൻ്റെ ഇമാമുകൾ തന്നെ വളരെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായി എവിടെയെങ്കിലും നിങ്ങൾ ഹദീസ് കാണുകയോ അതിനെതിരായി പ്രമാണം കിട്ടുകയോ ചെയ്താൽ ഇതാ സൊഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, വളരെ അറിയപ്പെട്ട പ്രശസ്തമായ കൗലാണ് അവരെ. എവിടെയെങ്കിലും ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും കാലം പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഈ ഹദീസ് കാണാതെയോ അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാതെയോ പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തെ മാറ്റിവെച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് ഇമാമികളൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ സമസ്തത പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു മദ്ഹബിൽ അവരെ തന്നെ പൂർണ്ണമായി അന്ധമായി അനുകരിച്ച് അതിൽ തെളിവുകളൊന്നും നിരീക്ഷിക്കാതെ പോവുക എന്നതിനെയാണ് നമ്മൾ ഈ പ്രമേയം വായിക്കുമ്പോൾ അവരെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഇമാം ഷാഫി റഹിമുള്ളയോട് ഒരിക്കൽ വന്നിട്ട് ഒരാൾ ഒരു മസ്അലയെക്കുറിച്ച് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം മറുപടിയായി കൊടുക്കും, ഖലാ ഫിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദ, പ്രവാചകൻ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെയാണ് കൽപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, മാതാ തഖൂലു അൻത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഷാഫിക്ക് ദേഷ്യം പിടിക്കുകയാണ്. കാരണം പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചു, പ്രവാചകൻ ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിധിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആ ചോദ്യം പ്രസക്തമല്ല. ഇമാം ഷാഫിക്ക് എന്താ അഭിപ്രായം അല്ലെങ്കിൽ മറ്റാളുകൾക്ക് എന്താ അഭിപ്രായം പ്രസക്തമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതിന് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് തറാനി ഫി ബിഅത്തിൻ തറാനി അലാ വസത്തി സന്നാർ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഒരു മഠത്തിലിരിക്കുന്നൊരു സന്യാസിയാണോ ഞാനൊരു മതമുണ്ടാക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രവാചകൻ ഇങ്ങനെയൊക്കെ വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്താണ്? വാ അൻത തഖൂലു മാതാ മാ അൻത തഖൂൽ, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പറയാൻ പറ്റുമോ എന്ന് ഇമാം ഷാഫി റഹിമുള്ള പറയാണ്. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ്. ഖുർആനും സുന്നത്തുമാണ് എല്ലാ സമയത്തും നമ്മുടെ പ്രമാണം, അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും വെച്ച് പണ്ഡിതന്മാർ അവർ ഗവേഷണം ചെയ്തെടുക്കുന്ന വിധികളിൽ ഏറ്റവും കൂടുതൽ പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്ന അവരുടെ ന്യായങ്ങൾ ഏതാണോ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നത് ആ അഭിപ്രായത്തെ സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാം എല്ലാ കാലത്തും പ്രൊമോട്ട് ചെയ്തത്. ഇമാം ഷാഫി റഹിമുള്ളയുടെ ഒരു വാചകം ഉണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന ശർഅ ലം യകുൻ ലി യുത്രക ലി ഖൗലി റജുലിൻ മുഅല്ലമിൻ ഫി നുഫൂസി ലി അന്ന ശർഅ അഅ്ളമു മിൻ ദാലിക റജുൽ. നിങ്ങൾ ഒരാളുടെ വാക്ക് കൊണ്ട് ശർഅനെ ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശർഅ, ദീനിനെ, ഖുർആനെ, സുന്നത്തിനോ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം കിട്ടിയാൽ ആ ശർഅനെ, ദീനിൻ്റെ തെളിവുകളെ നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും. കാരണം ശർഅ എന്ന് പറഞ്ഞാൽ അവരെക്കാളും മുകളിലുള്ളൊരു കാര്യമാണ്. ദീൻ അവരെക്കാളും മുകളാണ്. ഖുർആനും സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരെക്കാളും മുകളിലാണ്. അതുകൊണ്ട് ഏത് മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിനെതിരാണോ വാചകം എങ്കിൽ എല്ലാ ബഹുമാനവും കൊടുത്ത് അത് മാറ്റി നിർത്തുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ റിസാലിൽ പറയുന്നൊരു വാചകം, ഞാൻ ഇമാം ഷാഫിനെ തന്നെ വായിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകൾ ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ മദ്ഹബിനെ സ്വീകരിക്കുന്ന ആളുകൾ അന്ധമായി അനുകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ കോട്ടയാണ് ഇത്. അബു ഹനീഫ റഹിമുള്ളയുടെ വാചകങ്ങൾ, ഇമാം മാലിക് റഹിമുള്ളയുടെ വാചകങ്ങൾ, അഹമ്മദ് നബിൽ റഹിമുള്ളയുടെ വാചകങ്ങൾ, മറ്റു ഇതര പണ്ഡിതന്മാരുടെ വാചകങ്ങളൊക്കെ ധാരാളം കാണാൻ പറ്റും. ഇമാം ഷാഫി റഹിമുള്ളയുടെ വാചകം ഇങ്ങനെയാണ് റിസാലിൽ വന്നത്, ഇദാ വജത്തും ഫി കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ല, അള്ളാഹുവിൻ്റെ സുന്നത്തിനെതിരായി എൻ്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ ഫഖുദൂ ബിസ്സുന്ന, നിങ്ങൾ എന്നെ തന്നെ പിടിക്കണമെന്നല്ല. ഞാൻ എങ്ങനെയൊക്കെ ഹദീസ് വേറെ ഏതെങ്കിലും ഹദീസ് കണ്ടു പറഞ്ഞതായിരിക്കും, നിങ്ങൾക്ക് കിട്ടാത്ത വല്ല ഹദീസ് എൻ്റെ കയ്യിലുണ്ടാകും എന്നൊന്നല്ല ഇമാം ഷാഫിയാണ്. നിങ്ങൾ ഹദീസിനെ സ്വീകരിക്കുക, വത്തുറുക്കു കൗലി, നിങ്ങൾ എൻ്റെ കൗലിന് ഒഴിവാക്കുക. കാരണം ആ കൗലിയുടെ പ്രസക്തി ഇല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിന് നേരെ എതിരായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൗല് മാറ്റി നിർത്തി പ്രവാചകൻ്റെ ഹദീസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം എത്രയോ വിഷയങ്ങളിൽ ഇമാം ഷാഫി റഹിമുള്ള അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ അഭിപ്രായങ്ങൾ, പുതിയ അഭിപ്രായങ്ങൾ, ഇമാം ഷാഫിയുടെ പഴയ കൗല് പുതിയ കൗലിനൊക്കെ ചരിത്രത്തെ ഇടം പിടിച്ചത് അതുകൊണ്ടാണല്ലോ. അതൊരിക്കലും പറയാണ്, മൻമാത്ത വ അലൈഹി സിയാമുൻ സോമ അനുഹു വലിയുഹു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ല നോമ്പുകളും വീട്ടാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വലിയ വീട്ടട്ടെ അതെ എന്ന് അദ്ദേഹം ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ഇമാം ഷാഫി റഹിമുള്ള പറയാണ് ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പഠനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഹദീസ് ദുർബലമാണ് എന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണ്, ശരിയല്ല. അതുകൊണ്ട് ഈ ഹദീസ് സ്വഹിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസ് സ്വീകരിക്കാം എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മാറ്റി പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരി, ഈ ഹദീസ് സ്വഹിയല്ല, ഇത് ദുർബലമാണ് എന്ന് മൂന്നാമത് വീണ്ടും ആദ്യ അഭിപ്രായത്തിലേക്ക് തന്നെ മടങ്ങിയിട്ടാണ് ഇമാം ഷാഫി റഹിമുള്ള അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഠനങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് അദ്ദേഹം മാറ്റി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്ന് പറഞ്ഞാൽ സ്വഹിയായ ഹദീസാണ്. ഇമാം നബി റഹിമുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് സ്വഹിയാണ്, അദ്ദേഹം രണ്ടാമത് പറഞ്ഞ അഭിപ്രായമായിരുന്നു ശരി,
അപ്പോൾ ഏതെങ്കിലും ആൾ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹദീസ് ദുർബലമാണ്, അപ്പോൾ ഈ ബുഖാരി ഉദ്ധരിച്ചാലും ഇമാം മുസ്ലിം ഉദ്ധരിച്ചാലും എവിടെ വന്നാലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുന്ന നിലപാട് ശരിയല്ല. അതേപോലെ തന്നെ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞൊരു വാചകമാണ്, നമ്മൾ സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്ന വാചകം സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം അതിന് പ്രത്യേകമായ ഹദീസൊന്നും വന്നിട്ടില്ല എന്നാണ് ഇമാം ഷാഫി റഹിമുള്ള. പക്ഷേ അതിന് ഹദീസ് വന്നിട്ടുണ്ട്, അത് പ്രവാചകൻ്റെ ചര്യയുണ്ട്, പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷാഫി മദ്ഹബിൽപ്പെട്ട അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന ആളുകൾ ചെയ്യാറുണ്ട്. കാരണം അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞ വാചകത്തിനെതിരായ ഹദീസിൽ വന്നിട്ട് ശേഷക്കാരായ പണ്ഡിതന്മാർ അത് എടുത്തു കൊടുക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. അല്ലെങ്കിൽ മദ്ഹബിൽ തന്നെ വന്നിട്ടുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ച ശൈലി അതാണ്. ഷാഫി ഇമാം പറഞ്ഞതിന് ഹദീസുകൾക്കെതിരായി വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ മദ്ഹബ്, ഈ ഹദീസിൽ വന്നതാണ് മദ്ഹബ്, അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് വന്നിട്ട് ഒരാൾ മുത്അ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു വെക്കുന്ന ആൾ പറയും, അബൂബക്കർ ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയണം, യൂഷിക്കു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ്സമ, ആകാശത്തുനിന്ന് വല്ല ചരൽ വർഷവും നിങ്ങളുടെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കർ പറഞ്ഞല്ലോ ഉമർ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് അത് പേടിക്കേണ്ട കാര്യമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തിരുത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിലവിലൊരു പ്രശ്നം എന്താ വെച്ചാൽ അന്ധമായി അതിനെ അനുകരിക്കുക എന്നുള്ള. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മുജാഹിദീങ്ങൾ ഇനി നാളെ സലഫികൾ ഇവിടെ ഖുർആൻ തുറന്നു വെച്ചിട്ട് അതിനൊരു ആയത്തോതി ഹദീസ് എടുത്ത് അവരിങ്ങനെ സ്വയം ഗവേഷണം ചെയ്ത് പറയുന്നല്ല, നമ്മൾ ആരും അങ്ങനെ പറയാറുമില്ല. നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താ വെച്ചാൽ ഏതെങ്കിലും മുൻഗാമികളായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്വമേധയാ ഒരു പള്ളിക്ക് 4 ആൾ കൂടി ഇരുന്നിട്ട് ഈ ആയത്ത് നമുക്ക് ഇങ്ങനെ ഗവേഷണം ചെയ്യാം, അങ്ങനെ സ്വയം മുജത്തഹിദുകളായി സ്വയം ഗവേഷണപ്പെടുക്കളായി നമ്മളാരും അവതരിക്കുകയോ നമ്മുടെ പണ്ഡിതന്മാരായി ചെയ്യാറുമില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ സ്വീകരിക്കും. പക്ഷേ ഒരു പണ്ഡിതരെ തന്നെ സ്വീകരിക്കണം, തെളിവുകൾ വേറെ കണ്ടാലും അയാളെ സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാട് ശരിയല്ല. അപ്പോൾ ഏത് മസല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫിഖ്ഹി മസലാണെങ്കിൽ കർമ്മശാസ്ത്രപരമായ മസലാണെങ്കിൽ ചിലപ്പോൾ 2-3 അഭിപ്രായങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഷാഫി ഇമാമിന് അഭിപ്രായം ഉണ്ടാവും, ഹംബലി ഇമാമിന് അഭിപ്രായം ഉണ്ടാവും, ഇബ്നു തൈമിക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങളും അവരുടെ തെളിവുകളും എന്താണെന്ന് നിരീക്ഷിച്ച് അതിലേതാണ് കൂടുതൽ പ്രമാണത്തോട് യോജിക്കുന്നതെന്നൊരു വിദ്യാർത്ഥി പഠിക്കുകയും എന്നിട്ട് അതിൽ നിന്നും ശരിയാണ്. ചിലപ്പോൾ ചില വിഷയത്തിൽ ഇമാം ഷാഫി പറയുന്നതായിരിക്കും ശരി, ചില വിഷയത്തിൽ അബൂ ഹനീഫ പറയുന്നതായിരിക്കും ശരി, ചില വിഷയത്തിൽ ഇമാം അഹ്മദ് ഹംബൽ പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ഏതാണെന്ന് പഠിച്ച് തെളിവുകളോട് കൂടുതൽ യോജിക്കുന്ന ഏതാണോ ആ അഭിപ്രായത്തെ എടുക്കുക എന്നുള്ളത്. അല്ല നമ്മൾ 5ാമത്തെ അഭിപ്രായം അവിടെ ഉണ്ടാക്കില്ല, 4 അഭിപ്രായം കഴിഞ്ഞ് 5ാമത്തെ അഭിപ്രായം പുതുതായി നമ്മൾ ഖുർആൻ ഗവേഷണം ചെയ്തെടുക്കില്ല. അവർ പറഞ്ഞതിൽ തന്നെ അതാണ് മദ്ഹബുകൾ സ്വീകരിക്കുക എന്നുള്ള ശരിക്കും അതാണ്. ആ മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞത് തെളിവുകളുമായി മുട്ടിച്ചു നോക്കി അതിനെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി. അത് മുജാഹിദുകൾ അവിടെ ചെയ്യുന്നത് ശരിയായ മദ്ഹബിൻ്റെ അതിൻ്റെ ഒരു അർത്ഥത്തിൽ സ്വീകരിക്കുന്ന ആൾ മുജാഹിദുകളാണ്. ഇത് പക്ഷപാതമാണ്. അത് കാലങ്ങളോളം പിന്നീട് പരസ്പരം തർക്കിക്കാനും വഴക്കുകൂടാനൊക്കെ കാരണമായിട്ടേ ഉള്ളൂ എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാണ്. മദ്ഹബി പക്ഷപാതമല്ല, ഖുർആനും സുന്നത്തുമാണ് ഒരു മുസ്ലിമിൻ്റെ തെളിവായി അവന് പരലോകത്ത് രക്ഷയ്ക്കുള്ളത് എന്നുള്ളതാണ് വ്യക്തമാണ്. ഇവിടെ 3ാമത്തെ പ്രമേയമായി ഷുറൈ സലഫി അവതരിപ്പിച്ചിട്ടുള്ളത് തൗഹീദിനെ അട്ടിമറിക്കുന്നവരെ തിരിച്ചറിയുക എന്നാണ്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ അഖീദയിൽ നിന്നും പിഴച്ചു പോയിട്ടുള്ള സംസ്ഥ എന്ന് പറയുന്നത്, അവർ പറയുന്ന തൗഹീദിനെ അട്ടിമറിച്ച ആളുകൾ. അപ്പോൾ ആരാണ് സത്യത്തിൽ അട്ടിമറിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവരെ 3ാമത്തെ പ്രമേയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുസ്വാലികളും പഠിപ്പിച്ച് എന്ന യഥാർത്ഥ തൗഹീദിനെ വികലമായി വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വഹാബി പ്രസ്ഥാനങ്ങളുടെ തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുസ്വാലികളും പഠിപ്പിച്ച തൗഹീദിനെതിരാണ് ഇവിടുത്തെ വഹാബികൾ പറയുന്നത് എന്ന് ആരാ പറയണത്? ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിനെ അങ്ങേ ശരിയാവണ്ണം അട്ടിമറിച്ച് അള്ളാഹു സുബ്ഹാനഹുവതആലയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന, സൃഷ്ടിപൂജകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന, അതേപോലെ തന്നെ ഖബർ കെട്ടിപ്പൊക്കുകയും ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ തൗഹീദ്. ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിപ്പിക്കുന്ന മുജാഹിദുകളെക്കുറിച്ച് ഇത് പറയണത്. യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ തൗഹീദ് എന്താണ്? അതേ തൗഹീദാണ് ഇവിടെ സമസ്തക്കാർ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ജൂതനിൽ നിന്നുണ്ടായതാണ്. ഖുമൈനിയൊക്കെ പഠിപ്പിക്കുന്ന തൗഹീദ് ഷിയാക്കളുടെ നേതാവായ പണ്ഡിത ലോകം കാഫറാണെന്ന് മുദ്ര കുത്തിയ ഖുമൈനി പഠിപ്പിക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ വേറൊരു അള്ളല്ല. അങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കായി. അപ്പോൾ 2 അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഷിർക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്.
അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയ ഔലിയാക്കന്മാർക്ക് അവൻ്റെ പിന്നെ മഹാന്മാരായ ആളുകൾക്ക് കണക്കില്ലാതെ എന്തും ചെയ്യാനുള്ള കഴിവ് കൊടുക്കും. അവർ ലോകം നിയന്ത്രിക്കും, ആണിനെ പെണ്ണാക്കും, പ്രയാസങ്ങൾ നീക്കും, അങ്ങനെ അള്ളാഹു ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും എന്ന് വിശ്വസിച്ചാലും എന്നിട്ട് അവരോട് തേടിയാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കോടാനുകോടി ആളുകൾ നൂറുകണക്കിന് ഭാഷയിൽ ഒരേ സമയത്ത് വിളിച്ചാൽ പോലും അത് കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് മഹാന്മാർക്കുണ്ട് എന്നുള്ളതാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹ് കൊടുത്ത കഴിവ് എന്നാണെങ്കിലും അല്ലാന്ന് എന്ത് പറഞ്ഞാലും ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ഇത് ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഷിർക്കാണ് നമ്മൾ രണ്ട് പടച്ചുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ഷിർക്കാവുള്ളൂ എന്ന തൗഹീദാണ് ഇവിടെ സമസ്തക്കാർ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ പോലും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ചെയ്തു തരുന്നത്. അവർ മക്ക മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിക്കുക പ്രവാചകരെ, വലൈൻ സാൽതവും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുനല്ലാഹ്, ആരാണ് നിങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചത്, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ആര്? മക്കയിലെ മുശ്രിക്കുകൾ പറയും. വലൈൻ സാൽതവും മൻ നസല മിനസ്സമായി മാൻ ഫഅഹ്യാ ബിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുനല്ലാഹ്, ആരാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് പറയും, മക്ക മുശ്രിക്കുകൾ പറയും. ഇവിടെ എല്ലാം ചെയ്തു തരുന്നത് എന്താണ്? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും. കുത്തുബിയത്തിൽ പഠിപ്പിക്കുന്നു നമുക്ക് വെള്ളം തരുന്നതും അതേപോലെ തന്നെ അരുവികൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നതും മോദി ഷെയ്ഖാണെന്ന് പഠിപ്പിക്കുന്നത്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദ് റുബൂബിയത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുക എന്നുള്ള ആ ഒരു ഏരിയയിൽ അതിനേക്കാൾ എത്രയോ അപകടകരമായ വാദമാണ് ഇവിടെ സമസ്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമസ്തക്കാരാണ് മുജാഹിദുകളുടെ തൗഹീദ്. മുജാഹിദുകളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ച തൗഹീദ്, നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം തൗഹീദിൻ്റെ ഗണത്തിൽ വരുന്ന എന്തൊന്നുണ്ടോ അതെല്ലാം, ഇബാദത്തിൻ്റെ ഗണത്തിൽ വരുന്ന എന്തൊന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇവർ ഇതിന് ശേഷം പറയുന്നുണ്ട്, ഇവർ ഈ മുജാഹിദുകൾ വഹാബികൾ അമ്പിയ ഔലിയാക്കന്മാരെ തള്ളിപ്പറയുന്ന ആളുകളാണ്, മുൻഗാമികളെ തള്ളിപ്പറയുന്ന ആളുകളാണ്. ഇത് തീർത്തും വ്യാജമായ ആരോപണമാണിത്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇവിടെ എക്കാലവും പഠിപ്പിച്ചിട്ടുള്ളത് അഹ്ലുസുന്ന പഠിപ്പിച്ചു തന്നെയാണ്. അഹ്ലുസുന്നയുടെ അതേ മനഹജിലാണ് മുജാഹിദുകളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ത്വരീഖത്തിലാണ് മുജാഹിദുകളുള്ളത്. മുജാഹിദുകൾ പഠിപ്പിച്ചത് എന്താ? ഒരാൾ അമ്പിയ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ അവൻ കാഫിറാണ്. ഒരാൾ ബദരീങ്ങളെയോ ഉഹദീങ്ങളെയോ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പോരിശകൾ അവർക്ക് വെച്ചിട്ടുള്ള പോരിശകളും മഹത്വങ്ങളും നിഷേധിച്ചാൽ അവർ ദീനിൽ നിന്ന് പുറത്താണ്. ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു അമ്പിയന് എന്തെങ്കിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള മുഅ്ജിസത്തുകൾ, വലിയന് കൊടുത്തിട്ടുള്ള കറാമത്തുകൾ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, ദീനിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അമ്പിയ ഔലിയാക്കന്മാരുടെ മഹത്വവും അതേപോലെ തന്നെ അവരുടെ ബഹുമാന ആധാരങ്ങളും അംഗീകരിക്കുകയും അവർ ജീവിച്ച പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് പടച്ചോ റബ്ബേ ഞങ്ങളെ അവരുടെ മാർഗ്ഗത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗ്ഗത്തിൽ ഞങ്ങൾ അണിചേർക്കണമേ. ആരാണ്? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കന്മാരുടെ സ്വാലിഹീൻ ഞങ്ങൾ ആക്കണേ എന്ന് നിർബന്ധമായും 17 പ്രാവശ്യവും ഐച്ഛികമായി നമ്മൾ ചൊല്ലി പറയുന്നത് എന്താണ്? അള്ളാഹിനോട് തേടുന്നത് എന്താണ്? അമ്പിയ ഔലിയാക്കന്മാരുടെ മാർഗ്ഗത്തിലാക്കണമെന്ന്. പക്ഷേ ഈ അമ്പിയ ഔലിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്ത അതിലപ്പുറം അവർക്ക് ബഹുമാനാദരകൾ കൊടുത്ത് എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത്? അവരുടെ അമ്പിയ ഔലിയാക്കന്മാരെ മദ്ഹ് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഉയർത്തി, അള്ളാഹുവിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാം എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തും ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ നിലയ്ക്ക് ഈ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഇസ്തിഹാസ നടത്തുന്ന അവസ്ഥ അത് മുജാഹിദുകൾ പാടില്ല എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബിയായി, ഇസ്മായിൽ നബിയായി, മഹാന്മാരെയും ലാത്ത് മനാത്തമാരായിരുന്നു. റസൂൽ പറഞ്ഞത് ഷിർക്കാണ്, പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന പഠിപ്പിച്ച തൗഹീദാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സമസ്ത പഠിപ്പിക്കുന്നത് ഷിയാക്കൾ പഠിപ്പിക്കുന്ന തൗഹീദാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും മുജാഹിദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അഹ്ലുസുന്നയും പഠിപ്പിക്കാത്ത ഒരു തൗഹീദ്, ഖുർആനിന് അന്യം നിൽക്കുന്ന, ഖുർആനിന് പരിചയമില്ലാത്തൊരു തൗഹീദ് ഒരിക്കലും മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതികരിക്കാനുള്ളത്, വ്യക്തമാക്കിയുള്ളത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാണ്. ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള തൗഹീദ് പ്രവാചകന്മാരഖിലവും ഈ ലോകത്ത് പ്രബോധനം നടത്തിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൃത്യമായ തൗഹീദാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ്
ഇവിടെ സംസ്ഥ ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്.